നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന രീതിയുമായി ബന്ധപ്പെട്ട് സഭയിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയ അക്രമികളായ 21 വൈദികർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ സഭാവിശ്വാസികൾ ഒന്നടങ്കം പ്രതിഷേധത്തിൽ. ഈ വിഷയത്തിൽ സഭാ സിനഡ് പിതാക്കന്മാരുടെ മൗനത്തിൽ ദുരൂഹതകളേറെ. വിമത വൈദികരുമായി ബിഷപ്പ് പാംപ്ലാനിക്കുള്ള താല്പര്യങ്ങൾ വൈകാതെ ഏവർക്കും മനസ്സിലാകും. മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ വിമതരുമായി ഒരു ചർച്ചയ്ക്ക് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പോകുന്നതിൽ ചതി ഒളിഞ്ഞിരിക്കുന്നു. ഏകീകൃത കുർബാനയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ജോസഫ് പാംപ്ലാനി പറയുമ്പോഴും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലേക്ക് എന്ന പോലെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തിന്റെ പുറകെയാണ് അദ്ദേഹത്തിന്റെ ഓട്ടം. ആഴ്ചയിലൊരിക്കൽ അസമയത്ത് ഒരു കുർബാനയ്ക്ക് പാംപ്ലാനി വിമതരുമായി കൈകോർത്താൽ കുർബാന പ്രശ്നം സഭയെ തളർത്തും. അങ്ങനെയെങ്കിൽ സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപത തകർത്തതിനുള്ള പേരിന് ഉടമയാകും അദ്ദേഹം. ഇതിനിടെ അതിരൂപതയുടെ സേവ് എ ഫാമിലി പ്ലാനുമായി ബന്ധപ്പെട്ട് എടയന്തത്ത് മെത്രാനെ ED ചോദ്യം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിരൂപതയിൽ നിന്നും വിശ്വാസികളുടെ ചില ചോദ്യങ്ങൾ ഉയരുന്നു. നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്ന് കേൾക്കാം. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3 വർഷക്കാലമായി നിലനിൽക്കുന്ന ഏകീകൃത കുർബാന പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ ക്രൈസ്തവ സഭാ സമൂഹത്തിന് സഭാ സിനഡ് നൽകുന്ന സന്ദേശം എന്താണ്? ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവറുണ്ട്, വിലപേശലിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് എന്ന വിമതരുടെ സഭയോടുള്ള ഭീഷണിക്ക് മുന്നിൽ ജോസഫ് പാംപ്ലാനിയും മേജർ തട്ടിലും വഴങ്ങുമോ? സീറോ മലബാർ സഭ മെത്രാന്മാരുടെയും വൈദികരുടേതും മാത്രമായി മാറിയോ? സന്യാസിനി മഠങ്ങളിലെ കന്യകമാർ എന്ന് വിളിക്കപ്പെടുന്നവർ എങ്ങനെ സഭാവിരുദ്ധ വൈദികരുടെ ഗണത്തിൽപ്പെട്ടു? മുദ്രാവാക്യ വിളികളുമായി തെരുവിൽ അലയുന്ന ഇവർ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മണവാട്ടികളാകുക? പെണ്ണുകേസുകളിൽപ്പെട്ട വൈദികരെ സഭയിൽ നിലനിർത്തുന്നത് ആരാണ്? സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം കൊള്ളയടിക്കുന്ന ഒപ്പം അധികാര ദുർവിനിയോഗം നടത്തുന്നവരുമല്ലേ സഭാവിരുദ്ധ വൈദികരായി നിൽക്കുന്നതും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും? വലിയ സാമ്പത്തിക ലാഭം കൊയ്യുന്ന സഭാസ്ഥാപനങ്ങളിലെ സഭയിൽ നഷ്ടത്തിന്റെ കണക്കുകൾ എങ്ങനെ വന്നു? എന്തുകൊണ്ട് പുറമേ നിന്നുള്ള കമ്പനികളെ വെച്ച് യഥാസമയം സഭയുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നില്ല? ക്രിമിനൽ സ്വഭാവമുള്ള വൈദിക വിദ്യാർത്ഥികളെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിക്കുന്ന സെമിനാരി അധികാരികൾക്ക് ഇതര മത തീവ്രവാദികളുമായി എന്താണ് ബന്ധം? മനുഷ്യ മനസാക്ഷിയെ അമ്പരപ്പിക്കുന്ന തരത്തിൽ അരങ്ങേറിയ അരമന കയ്യേറ്റ നാടകം സഭാ സിനഡിലെ ഏതാനും ചില മെത്രാന്മാരുടെ എങ്കിലും മൗന സമ്മതത്തോടെ ആയിരുന്നില്ലേ? രാജ്യത്തെ നിയമം കയ്യിലെടുത്ത 21 ഗുണ്ടാ വൈദികരെ വീണ്ടും സംരക്ഷിക്കുന്നത് ആര്? അവരെ എന്തുകൊണ്ട് അവരുടെ ദേവാലയങ്ങളിൽ സഭ അസാധുവാക്കിയ കുർബാന ചൊല്ലാൻ അനുവാദം നൽകി? ജനാഭിമുഖ സിൻഡിക്കേറ്റ് സംഘത്തെ ഏകോപിപ്പിച്ചതും അവരെ വളർത്തി വലുതാക്കിയതും ആരെല്ലാം? അനാവശ്യ കുർബാന പ്രതിസന്ധി ഇപ്പോഴും ആളിക്കത്തിക്കാൻ സാമ്പത്തിക സ്രോതസ് വിമതർക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് സഭാ നേതൃത്വം അന്വേഷിച്ചിട്ടുണ്ടോ? പരിശുദ്ധ സിംഹാസനം പുറപ്പെടുവിച്ച ഏകീകൃത കുർബാന ഉത്തരവ് അട്ടിമറിച്ച് സഭയിൽ സമവായ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തതാര്? സഭയുടെ കാനൻ നിയമത്തെ എതിർക്കുന്ന മെത്രാന്മാർ ആരെല്ലാം? ഇടവകകൾ തോറും സഭയുടെ ലിറ്റർജി, കാനൻ നിയമം, മതബോധനം, ഭവന സന്ദർശനം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ വിശ്വാസികൾക്ക് ഇടവക വികാരിമാർ നൽകാത്തത് എന്തുകൊണ്ട്? ഇതൊന്നും ഇടവക വികാരിമാരുടെ പദവിയുടെ ഭാഗമല്ലേ? സഭയിൽ സന്യാസിനി മഠങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? സഭയിൽ ആത്മീയ ഉണർവുള്ള അൽമായർ ധാരാളം ഉണ്ടായിട്ടും അത്തരത്തിലുള്ളവരെ സഭയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ട്? അക്രൈസ്തവരുടെ മുന്നിൽ സഭയെ നാണം കെടുത്തിയ 21 വൈദികരെ വീണ്ടും അതിരൂപതയിൽ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടി? കത്തോലിക്ക കോൺഗ്രസും അൽമായ പ്രതിനിധികളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏകീകൃത കുർബാന പ്രതിസന്ധികളിൽ ഇടപെടാതിരുന്നത് സഭാ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണോ? വിശ്വാസികൾ സഭാ നേതൃത്വത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ഇതുവരെ കേട്ടത്. എന്നാൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. എങ്കിലും ഈ ചോദ്യങ്ങൾക്കെല്ലാം മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ചുമതലയേറ്റ ബിഷപ്പ്
ജോസഫ് പാംപ്ലാനിയും മറുപടി പറയുമോ? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. എങ്കിലും ഈ ചോദ്യങ്ങൾക്കെല്ലാം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പിന്റെ വികാരിയായി ചുമതലയേറ്റ ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഉത്തരം പറയേണ്ടി വരും. ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിഹാരവും യേശുക്രിസ്തു പ്രതിപാദിക്കുന്നില്ല. തട്ടിലും പാംപ്ലാനിയും വചനം ഒന്നുകൂടി പരിശോധിക്കണം. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.